അതായത് നേരത്തെ ആരും വെന്റിലേറ്ററിൽ എത്തിയിരുന്നില്ല, ICUലായിരുന്നു. ഈ വാർത്ത കൂടിയാവുമ്പോൾ വെന്റിലേറ്ററിലാവും. സംസ്ഥാനത്ത് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന പേരിന് മാത്രം. വയനാട് ജില്ലയിൽ ഒരു വർഷത്തിനിടെ ആകെ പരിശോധിച്ചത് 10 സാമ്പിളുകൾ. ടൺ കണക്കിന് മരുന്ന് വിതരണം നടക്കുന്ന തിരുവനന്തപുരത്ത് 50 തവണ പരിശോധന നടത്തിയെന്ന് ഡ്രഗ്സ് ഇൻസ്പെക്ടറുടെ മറുപടി. വിവരാവകാശ രേഖകൾ ജനം TVക്ക്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി കാർത്തിക, മരുന്നുകളുടെ പരിശോധന കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് തന്നെ, മരുന്നിന് പോലുമില്ല പരിശോധന എന്നുകൂടി പറയാം. അതെ, അത് പേരിന് മാത്രമാണ്. വയനാട് ജില്ലയിൽ ഒരു വർഷത്തിനിടെ ആകെ പരിശോധിച്ചത് 10 സാമ്പിളുകൾ മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് രശ്മി കാർത്തിക? വിനോദ്, ഏറെ ഗൗരവത്തോടു കൂടി ആരോഗ്യവകുപ്പ് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം. അതായത് മരുന്നുകളുടെ ഗുണനിലവാര പരിശോധന കൃത്യമായി തന്നെ നടത്തേണ്ടതുണ്ട്. ഗുണനിലവാര പരിശോധന നടത്താതെ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2023-24 വർഷത്തെ കണക്കുകളാണ് നമുക്ക് വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചിരിക്കുന്നത്. ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. ഈ ഒരു വർഷത്തിനിടെ വയനാട് ജില്ലയിൽ നടത്തിയിരിക്കുന്നത് വെറും 10 സാമ്പിളുകളുടെ പരിശോധന മാത്രമാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, ടൺ കണക്കിന് മരുന്നുകളാണ് ഒരു ദിവസം തന്നെ വിതരണം ചെയ്യുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ എത്ര സാമ്പിളുകൾ പരിശോധിച്ചു എന്നതിന്റെ കൃത്യമായ കണക്ക് പോലും ഡ്രഗ്സ് കൺട്രോളറുടെ കയ്യിലില്ല എന്നുള്ളതാണ്. പകരം 50 തവണ പരിശോധന നടത്തി എന്നുള്ളൊരു മറുപടിയാണ് കാര്യാലയത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ ഒരു വർഷത്തിനിടെ പരിശോധിച്ചത് 19 സാമ്പിളുകൾ മാത്രമാണ്. പത്തനംതിട്ടയിൽ 86 സാമ്പിളുകൾ മാത്രമാണ്. ഇത്തരത്തിൽ ഓരോ ജില്ലകളിലെയും കണക്കെടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് സാമ്പിളുകൾ മാത്രമാണ് പരിശോധിച്ചിരിക്കുന്നത്. ചില ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്കുള്ള മരുന്നുകളുടെ സാമ്പിളുകൾ പോലും കൃത്യമായി പരിശോധന നടത്താതെയാണ് ആളുകളിലേക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മരുന്ന് കഴിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് മരുന്ന് വലിയ രീതിയിൽ എല്ലായിടത്തും വ്യാപകമായി വിതരണം ചെയ്തതിനു ശേഷം ഇത് കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ ഗുണനിലവാര പരിശോധന നടത്തുകയും അത് പരിശോധനയിൽ പരാജയപ്പെടുകയാണെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്യും. അത്തരത്തിലുള്ള ഒരു രീതിയാണ് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായി പരിശോധന, പ്രത്യേകിച്ച് ഈ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് നൽകുന്ന പല മരുന്നുകളും അതൊക്കെ തന്നെ ഗുണനിലവാര പരിശോധന നടത്താതെയാണ് ഈ രോഗികളിലേക്ക് എത്തുന്നത് എന്നുള്ളതിന്റെ കണക്കുകളടക്കം നേരത്തെ ജനം TV പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇത് ഗുരുതരമായിട്ടുള്ള ഒരു അനാസ്ഥ തന്നെയാണ്. ആരോഗ്യവകുപ്പ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഡ്രഗ്സ് കൺട്രോളറോടൊക്കെ വിശദീകരണം തേടിയിരുന്നു. പക്ഷേ പിന്നീട് അതുമായിട്ടുള്ള തുടർ നടപടികളിലേക്കൊന്നും തന്നെ ആരോഗ്യവകുപ്പ് കടന്നില്ല. ഏതായാലും ഇതിനെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം. ഒരു കേന്ദ്രീകൃത സംവിധാനമാണ് ഈ സാമ്പിൾ പരിശോധനയിൽ ആവശ്യമായിട്ടുള്ളത്. അതായത് ഓരോ മരുന്നുകളും ഇത്തരത്തിൽ വിതരണക്കാരിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അതിന്റെ സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്ത് ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമായിരിക്കണം ഇത്തരത്തിൽ രോഗികളിലേക്ക് എത്തേണ്ടത് എന്നുള്ളത് ആരോഗ്യ വിദഗ്ധരടക്കം പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. വിനോദ്, മരുന്നുകളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നില്ല എന്നതിനർത്ഥം ഇപ്പോൾ മരുന്ന് കഴിക്കുന്നത് രോഗം ഭേദമാകാനാണ്. അപ്പോൾ അതിൽ കൃത്യമായ അളവാണോ മരുന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നൊന്നും നോക്കാനാണില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു വിഭാഗത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ കുറ്റമല്ലേ? തീർച്ചയായും അത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്, ഗുരുതരമായിട്ടൊരു അനാസ്ഥ തന്നെയാണ്. നേരത്തെ നടത്തിയ ഒരു പഠനത്തിൽ നമ്മൾ നിരന്തരം ഈ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന സമയത്ത് ഈ രോഗാണുക്കൾ മരുന്നുകൾക്കെതിരെ പ്രതിരോധ ശേഷി നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ കൃത്യമായി നമ്മൾ ഗുണനിലവാര പരിശോധന നടത്തിയ മരുന്നുകൾ മാത്രം ഉപയോഗിക്കേണ്ടത്. പ്രധാനമായും നേരത്തെ ഒരു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമൊക്കെ പുറത്തുവിട്ട ഒരു കണക്കുണ്ടായിരുന്നു മുൻപ്. അതായത് നമ്മൾ ഈ ക്യാൻസറിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, അതായത് ഗുരുതരമായിട്ടുള്ള ചില രോഗങ്ങൾ, ആ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ അതൊക്കെ ഈ ഗുണനിലവാരമില്ലാതെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നു എന്നുള്ളതിന് കൃത്യമായ ഒരു മുന്നറിയിപ്പ് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ നേരത്തെ നൽകിയിരുന്നു. സംസ്ഥാനത്ത് ഈ ഗുണനിലവാര പരിശോധന നടത്താതെ മരുന്നുകൾ വിതരണം ചെയ്യുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഒരു സംഭവം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ പല മരുന്നുകൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകിയതിന്റെ രേഖകളടക്കം ജനം TV പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇത് പലതവണ ആരോഗ്യവകുപ്പിനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഈ രോഗികളുടെ ജീവൻ ആരോഗ്യ
ആരോഗ്യവകുപ്പ് യാതൊരു തരത്തിലുള്ള വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത്. പലതവണ ഇത് ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാണിച്ചിട്ടും ഇപ്പോഴും മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നു. അത് യാതൊരു പരിശോധനയും നടത്താതെ പേരിന് വേണ്ടി മാത്രം 1-2 സാമ്പിളുകൾ മാത്രം പരിശോധിക്കുന്നു. അതിനുശേഷം ബാക്കി എല്ലാ മരുന്നുകളും വ്യാപകമായി വിതരണം ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും ഇത് വരും കാലങ്ങളിൽ, അതായത് നമ്മൾ ഈ മരുന്ന് കഴിക്കുന്ന സമയത്ത് അതിന്റെ പ്രശ്നങ്ങൾ അറിയില്ല, പക്ഷേ ക്രമേണ അവർ ഗുരുതരമായിട്ടുള്ള രോഗബാധിതരാകും എന്നുള്ളത് ഇതിൽ പഠനം നടത്തിയിട്ടുള്ള ആരോഗ്യ വിദഗ്ധർ അടക്കം പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് ആരോഗ്യവകുപ്പ് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. ഇപ്പോൾ ഓരോ ജില്ലകളുടെയും കണക്കാണ് ജനം TV പുറത്തുവിടുന്നത്. അത് തിരുവനന്തപുരത്താകട്ടെ, എറണാകുളത്താകട്ടെ, കോഴിക്കോട്ടാകട്ടെ, ഈ ശിശുമരണ നിരക്കൊക്കെ സംഭവിക്കുന്ന വയനാട്, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലൊക്കെ തന്നെ പേരിന് മാത്രമാണ് സാമ്പിൾ പരിശോധന. ഒരു വർഷത്തിനിടെ ഒരു ജില്ലയിൽ നിന്ന് 10 സാമ്പിളുകൾ മാത്രം പരിശോധിച്ചു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം കുറവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. മാത്രമല്ല ചില ജില്ലകളിലെ ഡ്രഗ്സ് കൺട്രോളറുടെ മറുപടി എന്ന് പറയുന്നത് ഇത്ര തവണ പരിശോധന നടത്തി എന്നുള്ളതാണ്. അത് എത്ര സാമ്പിളുകൾ പരിശോധന നടത്തി എന്നുള്ളൊരു കൃത്യമായ കണക്ക് പോലും അവർ പറയുന്നില്ല. ഇത്ര തവണ പരിശോധന നടത്തിയിരുന്നു, അത് എത്ര തവണയാണ്, എത്ര സാമ്പിളുകളാണ് എന്നുള്ളൊരു കൃത്യമായ മറുപടി പോലും അവർക്ക് അറിയില്ല എന്നുള്ളത്. അതായത് രോഗികളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സമീപനമാണ് ഇപ്പോൾ ഡ്രഗ്സ് കൺട്രോളറുടെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുന്നത്. ഇത് ആരോഗ്യവകുപ്പിന് നിലവിൽ അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ്. കാരണം നേരത്തെയും ഇത് പലതവണ മരുന്നുകളുടെ പേര് വിവരങ്ങൾ അടക്കം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. അന്ന് ഡ്രഗ്സ് കൺട്രോളറോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം ചോദിച്ചു എന്നുള്ളതായിരുന്നു ആരോഗ്യമന്ത്രിയുടെ ഇത് വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത മറ്റു വാർത്തകൾ നമുക്ക് എടുക്കേണ്ടി വരും. മരുന്ന് പരിശോധന, മരുന്നുകൾക്ക് ഗുണനിലവാരമുണ്ടോ എന്ന പരിശോധന, ആരൊക്കെയോ കവറുകളിലാക്കി, പാക്കറ്റുകളിലാക്കി, കുപ്പികളിലാക്കി മരുന്നുകൾ നമുക്ക് മുന്നിലേക്ക് മെഡിക്കൽ സ്റ്റോറുകൾ വഴി തരുന്നു. നമ്മളത് വാങ്ങുന്നു, നമ്മുടെ ആരോഗ്യം, നമ്മുടെ രോഗം ഒക്കെ മാറാൻ വേണ്ടി നമ്മൾ കുടിക്കുന്നു. പക്ഷെ അത് എത്രമാത്രം ഗുണനിലവാരമുള്ളതെന്ന് അന്വേഷിക്കാൻ ഇവിടെ ഒരു സംവിധാനമുണ്ട്. പക്ഷേ ആ സംവിധാനം ചെയ്യുന്നില്ല. ഇത്ര വലിയൊരു ഗുരുതരമായ പിഴവ്, അത് നമുക്ക് വലിയ വാർത്തയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മിക്ക്.